ഞാൻ പറയുന്നത് മനസ്സിലാക്കാനേ കുറച്ചും കൂടി കാത്തിരുന്നാ മതി. ഇപ്പൊ തന്നെ പറഞ്ഞു വ്യക്തമാക്കാമായിരുന്നു. പക്ഷെ സന്ദർഭം കുറച്ചും കൂടി ശരിയാവാനുണ്ട്. പറയും, വൈകില്ല. നീ എന്തൊക്കെയാ പിച്ചും പേയും പറയുന്നേ? നിനക്ക് വട്ടായോ? എന്നെ വട്ടാക്കരുത്, അത്രേ പറയാനുള്ളൂ. മീര ചെല്ല്. നിക്കടിയോടെ. ആദ്യം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് പോയാ മതി. എന്നെ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. മീരയ്ക്ക് വ്യക്തമാവാത്തത് എന്റെ കുറ്റമല്ല. ആ, മീരയുടെയും കുറ്റമല്ല. അത് ശരി. നീയാണോ ഞാനാണോ വീട്ടുകാരി? കാര്യം ചോദിച്ചപ്പോ തത്വം പറഞ്ഞ ആളാവുന്നോ? ഇവിടെ ഹോം നേഴ്സായി നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മുങ്ങിക്കളഞ്ഞവളല്ലേ നീ? ഇവിടുന്ന് എന്തേലും അടിച്ചു മാറ്റിക്കൊണ്ടായിരിക്കും പോയത് അല്ലേ? പാവ ആന്റി രജനി ചേച്ചി ഒന്നും അറിഞ്ഞു കാണില്ല. പുതിയ വീട് മടുത്തപ്പോ പഴയ വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലേ? പിന്നൊരു കാര്യം. അല്ല, മീര പറഞ്ഞതിന് ഉത്തരം ഞാനൊന്ന് പറഞ്ഞിട്ട് മീരയ്ക്ക് ബാക്കി പറയാം. ഞാനൊന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടില്ല. ഒന്ന് നോക്കിയാ എന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെന്ന് പറയാം. എന്ത്? നിന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെന്നോ? ആര്? അതിന് മാത്രം ലോക തോൽവിയായിട്ടുള്ള ഏത് മണ്ടന ഈ ഭൂമിയിലുള്ളത്? അടിച്ചോണ്ട് വരാൻ പറ്റിയ മുതലേ നിന്റെ ജോലിയിലുള്ള മിടുക്കണ്ട് ആന്റി അടിച്ചോണ്ട് വന്നു എന്നാണോ? അത് ആന്റിയോട് പോയി ചോദിച്ചാ മതി. അല്ലാണ്ട് നീയായിട്ട് പറയില്ല. എന്നെ കൊണ്ടൊന്നും പറയിക്കാതിരിക്കുന്നതാ മീരയ്ക്ക് നല്ലത്. എന്നെ ആക്ഷേപിക്കുകയാണോടി? ഇതെന്റെ വീടാ, ഇറങ്ങിക്കോ ഈ നിമിഷം. അങ്ങനെ ഇറങ്ങില്ല. ഇതെന്റെയും കൂടി വീടാ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. രജനി ചേച്ചി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ചേച്ചി എന്തൊന്നും മിണ്ടാത്തേ?